കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ സംബന്ധിച്ച് കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലായ ടിപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ടിപ്സ് വേൾഡ് എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് പാഡിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകൾ എങ്ങനെയാണ് നമുക്ക് PDF-ലേക്ക് മാറ്റാൻ സാധിക്കുന്നത്. അതിനു മുന്നേ എന്താണ് നോട്ട് പാഡ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്കൊക്കെ അറിയാത്തത്. എന്നാൽ അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകൾ, ഡാറ്റകൾ, ഇമേജസ്, കോണ്ടാക്ട്സ്, നമുക്ക് വാട്സപ്പിൽ ധാരാളം മെസ്സേജുകൾ വരാറുണ്ട്. അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ കോപ്പി ചെയ്തിട്ട് സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നോട്ട് പാഡ്. നമുക്കറിയാം, സാധാരണ നമ്മൾ ഡാറ്റകളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജ് ആണ്. എന്നാൽ അതുപോലെയല്ല ഈ ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഡാറ്റാസൊക്കെ നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ക്ലൗഡ് സ്റ്റോറേജിൽ മാത്രം സൂക്ഷിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തു നിന്നും PDF-ലേക്ക് മാറ്റുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് പാഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നോട്ട് പാഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ വാട്സപ്പിൽ വന്നിട്ടുള്ളൊരു മെസ്സേജാണിത്. ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ഇവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷനായ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു. താഴെയായിട്ട് നമുക്ക് കാണാം ന്യൂ നോട്ട് എന്നുള്ള ഒരു പ്ലസ് ഐക്കൺ. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. താഴെയായിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഗാലറി ക്യാമറ. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കൂടെ ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മുകളിലായിട്ട് ഒരു ടിക്ക് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ടിക്ക് ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ട് നമ്മുടെ നോട്ട് പാഡിൻ്റെ അകത്ത് സേവ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നോട്ട് പാഡ്, ഈ ഒരു നോട്ടിനെ നമുക്ക് PDF-ലേക്ക് മാറ്റാൻ സാധിക്കുന്നത്? അതിനായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം താഴെയായിട്ട് നമുക്കൊരു 3 ഡോട്ട് കാണാൻ സാധിക്കും, മോർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ആ ഒരു മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, ഡിലീറ്റ്, പ്രിൻ്റ് എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് PDF-ലേക്ക് മാറാൻ പോവുകയാണ്. നമുക്ക് മുകളിലായിട്ട് 2 ഓപ്ഷൻ കാണാൻ സാധിക്കും, സേവ് ആസ് PDF എന്നുള്ള ഭാഗവും ഓൾ പ്രിൻറ്റേഴ്സ് എന്നുള്ള ഭാഗവും. നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടത് സേവ് ആസ് PDF എന്നുള്ള ഭാഗമാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഒരു വലതുവശത്തായിട്ട് സേവ് ചെയ്യാനുള്ള ഒരു നീല ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് ഈ ഒരു PDF-നൊരു പേര് നൽകണം. അതിനായിട്ട് ഞാനിവിടെ ടിപ്സ് PDF എന്ന് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം താഴെ സേവ് എന്നുള്ള ഭാഗം ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു നോട്ട് PDF ആയിട്ട് സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു നോട്ട് നമുക്ക് PDF നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതിനായിട്ട് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ടിപ്സ് PDF എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു PDF രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എന്തായാലും ചെറിയ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.